ഇത് ദുബായിൽ ഇമാറിന്റെ മൊത്തത്തിൽ എവിടെയൊക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഹോൾ മാപ്പാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. റാഷിദ് യാറ്റ്സ് ആൻഡ് മറീന, അതുപോലെ തന്നെ ദുബായ് മോൾ ഡൗൺ ടൗൺ, അതുപോലെ തന്നെ ദുബായ് ക്രീക്ക് ഹാർബർ, അറേബ്യൻ റേഞ്ചസ് 3, 2, 1, റീം വാലി, അതുപോലെ ഇമറേറ്റ്സ് ഹിൽസ്, ദുബായ് മറീന, ഗ്രാൻഡ് പോളോ റിസോർട്ട്സ്, ഒയാസിസ് ഹൈറ്റ്സ് ആൻഡ് കൺട്രി ക്ലബ്ബും ഇമാർ സൗത്ത്. ഓക്കെ, ഇത്രയൊക്കെയാണ് അവരുടെ ഡെവലപ്മെൻറ്റ്സ്. ഇനി എവിടെയൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നോക്കാം. ഇമാർ സൗത്തിലുണ്ട്, ഹൈറ്റ്സ് ആൻഡ് കൺട്രി ക്ലബ്ബിലുണ്ട്, ഒയാസിസിൽ ഇനി പോട്ടൊന്നുമില്ല, വരാനില്ല, അവിടെ മൊത്തത്തിൽ സോൾഡ് ഔട്ട് ആണ്. അതുപോലെ തന്നെ എമിറേറ്റ്സ് ലിവിങ്ങിലും കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. ദുബായ് ഹിൽസ് സ്റ്റിൽ നമുക്ക് ചാൻസസ് ഉണ്ട്. ക്രീക്ക് ഹാർബറിലും നമുക്ക് ചാൻസസ് ഉണ്ട്. റാഷിദ് യാറ്റ്സ് ആൻഡ് മറീനയിലും ചാൻസസ് ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് തന്നെ ഇൻഫ്രാസ്ട്രക്ചറിലാണ് അവർ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതലും ഇൻഫ്രാസ്ട്രക്ചറിലാണ്. അടുത്ത് തന്നെ അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ക്രീക്ക് ഹാർബർ നോക്കിക്കഴിഞ്ഞാലും അവിടെയും എന്താണ് കംപ്ലീറ്റ് ഐലൻഡ് ആയിട്ടുള്ള ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബുർജ് ഖലീഫ പോലെ തന്നെ അവിടെ ക്രീക്ക് ടവറും വരുന്നുണ്ട്. സോ ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് അവിടുത്തെ ഏരിയ ഡെവലപ്ഡ് ആവുന്നതും അപ്രിസിയേറ്റഡ് ആവുന്നതും. സോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണാൻ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്.